ആ സ്ഥാനാർത്ഥികളെല്ലാം അവിടെ സജീവമായി കഴിഞ്ഞു. നമ്മള് ചില ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നില്ലേ, സ്ഥാനാർത്ഥികൾ സജീവമായി കഴിഞ്ഞു, ഒരു ഇലക്ഷൻ പ്രചരണം തുടങ്ങി എന്ന ഒരു തോന്നൽ തന്നെ അവിടെ ഉണ്ടാക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം തങ്ങൾക്ക് പ്രാധാന്യമാണ്, എത്രത്തോളം തങ്ങൾക്ക് ജീവവായുവാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് അത്തരത്തിൽ ഇവരുടെ നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇപ്പോൾ 48 പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. 101 വാർഡുകളാണ് നിലവിൽ കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത്. നേരത്തെ 100 ആയിരുന്നു. ഇപ്പോൾ വാർഡ് വിഭജനം കഴിഞ്ഞപ്പോൾ ഒരു വാർഡ് കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 48 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന 48 സീറ്റുകളിൽ അതിൽ കൂടുതലുണ്ട്. 80-ലധികം സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കും സ്വാഭാവികമായിട്ടും. അതിൽ പകുതിയോളം 48ഓളം സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് 24 വയസ്സുള്ള KSUവിന്റെ അവിടുത്തെ ജില്ലാ ഉപാധ്യക്ഷയായ വൈഷ്ണവ് സുരേഷ് മുതൽ തലമുതിർന്ന നിലവിലെ കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവായ സഭയിലെ നേതാവായ ജോൺസൺ ജോസഫ് വരെയുള്ള നേതാക്കൾക്കെല്ലാം തന്നെ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വനിതകൾ വരുന്നുണ്ട്, അപ്പം തന്നെ യുവാക്കളുണ്ട്, മുതിർന്നവരുണ്ട്, പരിചയസമ്പന്നരുണ്ട്, പുതുമുഖങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. അതിനിടയ്ക്കാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് KS ശബരിനാഥനാണ്. അദ്ദേഹം മുൻ MLA ആണ്, 2 തവണ MLA ആയിട്ടിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പൊടുന്നനെ ഇങ്ങനെ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പലരും നെറ്റ് ചൊല്ലിക്കും, ശബരിനാഥനെ അങ്ങനെ ഒതുക്കുകയാണ് നാം ചോദിക്കുന്നത്. പക്ഷെ ഒതുക്കൽ എന്നുള്ളതല്ല ഇവിടെ കോൺഗ്രസ് കാണുന്നത്. AICC തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിക്കുക, അവിടെ മികവ് കാണിച്ചാൽ മാത്രമേ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ച് തോറ്റിട്ട് മുതിർന്നവരെല്ലാം കൂടെ ഇറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാം എന്നൊരു മോഹമായിട്ട് മുന്നോട്ട് പോയാൽ അത് നടക്കത്തില്ല എന്ന് AICC നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏതറ്റം വരെയും പോകണം, കോർപ്പറേഷനുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെ ജയിക്കാൻ ഏതറ്റം വരെയും പോകണം. പ്രത്യേകിച്ചും തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം അതൊരു എന്താ പറയുക